അപ്പോൾ നമ്മളിത് പ്രാവുകളിനെയൊക്കെ ഒന്ന് കാണാം. നല്ലൊരു ബ്ലഡ് ലൈൻ പ്രാവ് ഉണ്ടെങ്കിലല്ലേ പറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വലിയ പ്രാവിനെയും ഇതൊക്കെ ഒന്ന് കാണാം. പ്ലേസ്മെന്റ് അടിച്ച പ്രാവുകളിനൊക്കെ ഒന്ന് കാണാം. ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഈ വട്ടം സീസണിൽ ഓട്ടാൻ വേണ്ടി വെട്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി എല്ലാം ഈ സെക്ഷൻ ആദ്യം വലിച്ചു വിടും. ഫസ്റ്റ് സെക്ഷൻ വലിക്കുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ രാവിലെ ചുറ്റിച്ച് വെച്ച പ്രാവുകളാണ്. അല്ല, ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, ഒന്നും ചുറ്റിച്ചിട്ടില്ല. ചുറ്റിക്കാതെ വെട്ടിയാണ്. ഇനി ചുറ്റിച്ചിട്ട് വെട്ടുമ്പോൾ ഒരുപാട് ടൈം ആവും. അതുകൊണ്ട് വെട്ടി വലിച്ചതിന് ശേഷം ചിറക് വന്നിട്ട് അങ്ങനെ ചുറ്റിക്കാൻ. ഇത് നമ്മുടെ ഷിബോട്ടിൻ്റെ 8 ടൂർണമെൻറ്റിൽ ഫസ്റ്റ് കഴിഞ്ഞ സീസണിൽ 7.45 ഒറ്റയ്ക്ക് വിട്ട് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് 2 ദിവസം റെസ്റ്റ്. ഡിസ്ട്രിക്ട് എയിൽ നമ്മൾ 19 ജില്ല പറഞ്ഞ പ്രാവിൻ്റെ ഒപ്പം വിട്ടാണ്. അന്ന് പ്രാവ് 8.15 വരെ പറന്നു. 8.15 വരെ ഇത് പറന്നു. ഇത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പ്രാവ് ഒറ്റയ്ക്ക് പറഞ്ഞു. 19:25. ഈ ലോഫ്റ്റിൽ ഏറ്റവും മികച്ച ടൈം 19:25 ആണ്. അത് കഴിഞ്ഞ ഓറിയാണ് അല്ലേ? കഴിഞ്ഞ ഓറിയാണ്. ഈ വാൽക്കർപ്പ് ഫീമെയിലാണ്. ഡിസ്ട്രിക്ട് എയിൽ 19:25 കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് അൺലിമിറ്റഡിൽ 19:25 പറഞ്ഞു. 19:25 പറഞ്ഞത് ഈ പ്രാവാണ്. കൂടെ പറഞ്ഞ പ്രാവാണ് ആ വെള്ളയിൽ കരിക്കാണ്. ഡിസ്ട്രിക്ട് എയിൽ 19:25 പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് എ പറഞ്ഞത് 1-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് 10-ാം തീയതി ഗോപി മെമ്മോറിയലുണ്ടായിരുന്നു. അതിൽ 3 ടൂർണമെൻറ്റ് ഗോപി മെമ്മോറിയൽ, സേവ് പീജിയൻ, നമ്മുടെ എറണാകുളത്തെ ഓൾ കേരള ടൂർണമെൻറ്റ് രാജു ഈശോ, അത് 3 കൂടെ വിട്ട്. അതിലൊരു പ്രാവ് ഇതും, ഇനിയൊരു പ്രാവ് ഇതിൻ്റെ ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഒരു 15 ചില്ലറൊക്കെ ടൂർണമെൻറ്റ് വിട്ടിട്ട് നമുക്ക് മഴയായതുകൊണ്ട് ചാൻസ് വാങ്ങേണ്ടി വന്നു. അത് ഇതും കൂടെ വിട്ടത്. അതിൽ നല്ല വെയിലായിരുന്നു അന്ന്. ഈ പ്രാവ് നല്ല മഴയാണെങ്കിൽ എന്ത് മഴയാണെങ്കിലും പറക്കും. വെയിലത്ത് വരെ പറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവ് 8:45 എന്തോ ഇരുന്നു. പിന്നെ ആ പ്രാവ് അന്നാണ് ടൂർണമെൻറ്റ് ആദ്യമായി വിട്ടത്. കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വിട്ടതിന് ശേഷം ഗോപി മെമ്മോറിയൽ ആ 3 ടൂർണമെൻറ്റിൽ 2 കൂടെ വിട്ടതിൽ ആ പ്രാവാണ് അന്ന് 18:21 പറഞ്ഞത്, ഇതിൻ്റെ ചേച്ചി. എന്നാൽ പ്രാവ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, നഷ്ടപ്പെട്ടത്. അതിന് ശേഷം പിന്നീട് ഒരു കാറ്റുമഴയിൽ രാത്രി കറണ്ട് പോയിട്ട് പ്രാവ് നഷ്ടപ്പെട്ടു. ഇത് നമ്മളെ ഷെഫീഖിൻ്റെ 7 ടൂർണമെൻറ്റ് ഫസ്റ്റാണ്. 7:29 52 സെക്കൻഡ്. ഈ 2 പ്രാവാണ്. സീല് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 7 ടൂർണമെന്റിലെ ഫസ്റ്റ് പ്രൈസ് ആണ്. ആ 7 മാത്രമേ വിട്ടിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സൈഡാക്കി. രണ്ടും ഒരേ ടൈമാണ്. 7:29 52 സെക്കൻഡ് അല്ലേ? 52 അല്ലേ? ആദ്യം ഇതിരുന്നു, പിന്നെ ഇതിരുന്നു. മൂന്നാം തീയതി ആയിരുന്നു എയർ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നത്. അതിൽ ഈ 2 പ്രാവ് ഇട്ടു. അതിൽ നമ്മൾ ഈ പ്രാവ് ടൈമിങ്ങിന് വരാതെ ലാസ്റ്റ് ഒരു മഴക്കാർ വന്ന് കാറിപ്പെട്ടു. എന്നിട്ട് ചാൻസ് വാങ്ങിച്ചായിരുന്നു അന്ന്. ചാൻസ് വാങ്ങിച്ചിട്ട് പിന്നെ അടുത്ത തവണ ഈ 3 പ്രാവാണ് എയർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ജാക്കും ഈ 3 പ്രാവായിരുന്നു.
എന്നിട്ട് ചാൻസ് വാങ്ങിച്ചിട്ട് നമുക്ക് 10-ാം തീയതി ആയിരുന്നു ഗോപി മെമ്മോറിയൽ. 9-ാം തീയതി ഈ 2 പ്രാവ് വിടാനാണ് രാവിലെ തീറ്റയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ പറഞ്ഞു അപ്പോൾ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ ഇപ്പുറത്തന്നെ ഉണ്ടായിരുന്നു. ബൾബ് ഇട്ട് കൊടുത്തപ്പോൾ ഈ പ്രാവ് എന്ത് ചെയ്ത് ചിറക് കൊണ്ട് ഈ ബൾബിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ 2 തള്ളറാക്കിയും കരിഞ്ഞു പോയി. 6:30 സമയം. തീറ്റയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ ഇത് എന്തായാലും വിടാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് തന്നെ വിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വേഗം ഒരു 3 ബദാം എടുത്ത് കൊടുത്ത് വെള്ളയും കൊടുത്ത് നിർത്തുകയായിരുന്നു. അങ്ങനെ അടുത്ത ടൂർണമെൻറ്റ് ശിവം പഞ്ചിക്ക നമ്മുടെ ക്രിബാട്ടിൻ്റെ ടൂർണമെൻറ്റിലോട്ടാണ്. 18 മണിക്കൂറും 7 മിനിറ്റും. അതിൽ പറഞ്ഞത് ഈ വെള്ളയിൽ ഫീമെയിൽ കരിങ്കണ്ണും ഈ വാൽക്കറുപ്പാണ്. ഈ പ്രാവ് അന്ന് 16 മണിക്കൂർ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഒറ്റയ്ക്ക് പറഞ്ഞു. ഈ ഫീമെയിൽ 18-7 പറഞ്ഞത്. ഇത് 16 മണിക്കൂർ. അന്ന് 16 മണിക്കൂറിൽ പ്രാവിരുന്നു. അതിന് ശേഷം ഒറ്റയ്ക്ക് ഈ വെള്ളയിൽ കരിങ്കണ്ണ്. ഇതിൻ്റെ കൂടുള്ള ആളാണ് നമ്മുടെ ഏറെ ടൂർണമെൻറ്റ് പറഞ്ഞത്. ഇത് രണ്ടും ഒരു ജോഡിയിലാണ്. 2 ഫീമെയിലാണ്. ഒരു ഇട്ട് കുഞ്ഞാണ്. അതിൽ ഇത് അൺലിമിറ്റഡും പറഞ്ഞു, ഇത് 1000 പറഞ്ഞു. അത് പ്രാവ് കയറുമായിരുന്നു. നമ്മൾ പിന്നെ അതിനെ ഇരുത്തി അങ്ങനെ സെറ്റ് ചെയ്തു. പ്രാവ് ഇരുട്ടത്ത് അങ്ങനെ പറവ ഒരു ഇതില്ലായിരുന്നു. പിന്നെ അങ്ങനെ സെറ്റ് ചെയ്താണ്. പിന്നെ ശിവൻ പഞ്ചിക്കാല് പറഞ്ഞാണ് ഈ 2 പ്രാവുകൾ. മറ്റേ ബ്രദേഴ്സ് ടൂർണമെൻറ്റും 23-ാം തീയതി, 25-ാം തീയതി ശ്രീചിത്ര നാഷണൽ ടൂർണമെൻറ്റ് വരുന്നു. അപ്പോൾ ഈ പ്രാവ് നമ്മുടെ ഇന്ന് കാറിൽ പെട്ട് പോയിട്ട് നമ്മുടെ പ്രാവിനൊക്കെ റിങ് ഉണ്ട്. അപ്പോൾ പ്രാവ് നമ്മുടെ നഷ്ടപ്പെട്ടു. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു കോൾ വന്നു. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് ഒരു പ്രാവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഈ പ്രാവിനെ നമുക്ക് കിട്ടി. അപ്പോൾ പ്രാവ് നീര് കയറിയിട്ട് നിലത്ത് വീണിട്ട് അവിടെ ഒരു പണിക്കാർക്ക് കിട്ടിയിട്ട് അവർ തന്നതാണ്. അപ്പോൾ കണ്ണൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഈ പ്രാവ് പറപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇതിൻ്റെ കൂടെയുള്ള ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. 23-ാം തീയതി ബ്രദേഴ്സ് ആയിരുന്നു. അത് ചാൻസ് വാങ്ങിച്ച്. 25-ാം തീയതി നാഷണൽ ആയിരുന്നു. അപ്പോൾ നാഷണലിൽ നല്ലൊരു ടൈം ഇടണമെന്ന് പറഞ്ഞിട്ട് 23-ാം തീയതി ഉള്ള പന്തയം ചാൻസ് വാങ്ങിച്ചിട്ട് 25-ന് നമ്മൾ ഇതിൻ്റെ ചേച്ചി, ഈ പ്രാവിൻ്റെ ചേച്ചിയും ഈ പ്രാവും കൂടെ വിട്ടു. അന്ന് ഒരു 4 ദിവസം റെസ്റ്റായി. നല്ല മഴയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു 4 ദിവസം റെസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രാവിന് നീര് കയറി. അപ്പോൾ പ്രാവ് ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇരുന്നു. പിന്നെ നല്ല കാറ്റും മഴ വന്ന് രാത്രി അങ്ങനെ ശ്രീചിത്ര ടൂർണമെൻറ്റ് ചാൻസ് വാങ്ങിച്ചു നമ്മൾ. അതിനുശേഷം ഈ പ്രാവിൻ്റെ കണ്ണ് റെഡിയായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ 2 ഓട്ട് കൊടുത്തു. പ്രാവ് പഴയ പറവയ്ക്ക് വന്നു. അതിനുശേഷം ഇത് 2ഉം കൂടെ തന്നെ വിട്ടു. നമ്മുടെ കയ്യിൽ വേറെ ഇതിൻ്റെ പ്രാവ് നഷ്ടപ്പെട്ടു പോയി. അന്ന് ഒരു കാറ്റും മഴയിൽ രാത്രി കറണ്ടൊക്കെ പോയിട്ട് ഒരു 9 മണിയാകുമ്പോൾ പ്രാവ് നഷ്ടപ്പെട്ടു. പ്രാവ് അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു. നാഷണലിൽ വിടാൻ വേണ്ടി വെച്ചായിരുന്നു. അതുകൊണ്ടായിരുന്നു ബ്രദേഴ്സ് വിടാതെ ചാൻസ് വാങ്ങിച്ചിട്ട് നാഷണലിൽ മാത്രം വിടാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചേച്ചീനെ വിടാമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പ്രാവ് അതിന് മുമ്പ് ഒരു കട്ടൗട്ട് വിട്ടിട്ട് പ്രാവ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ശ്രീചിത്ര നാഷണൽ ടൂർണമെൻറ്റും നമ്മുടെ ബ്രദേഴ്സ് ടൂർണമെൻറ്റും ലാസ്റ്റ് ഈ 2 പ്രാവും തന്നെ വിട്ടു. അതായത് ഡിസ്ട്രിക്ട് എയിൽ പറഞ്ഞ പ്രാവ് 19-25 നമ്മുടെ വെണ്ണക്കരയിൽ പറഞ്ഞ 18-7 ഈ രണ്ടെണ്ണത്തിൻ്റെയും അമ്മ ഒരേ അമ്മ തന്നെയാണ്. അപ്പൻ മാത്രമേ വേറെ വേറെ. ഇതിൻ്റെ ഫീമെയിലും ഒന്നാണ് അമ്മ, ഇതിൻ്റെ അമ്മയും ഒന്നാണ്. മെയിലാണ് വേറെ വേറെ. അതിൽ കാണിച്ചത് ഞാൻ. അങ്ങനെ 2ഉം കൂടെ വിട്ടിട്ട് ഈ പ്രാവ് വന്ന് നീര് കയറിയിട്ട് ഉച്ചയ്ക്ക് തന്നെ ഇരുന്നു. പിന്നെ ഇത് ഒറ്റയ്ക്ക് പറന്നുകൊണ്ടിരുന്നു രാത്രി. ഒരു 8:30 ആകുമ്പോൾ പ്രാവ് നല്ല കാറ്റും മഴയും വന്നപ്പോൾ നമുക്ക് ഔട്ടായി പോയി അന്ന്. അങ്ങനെ ശ്രീചിത്ര ടൂർണമെൻറ്റും ബ്രദേഴ്സും നമ്മുടെ ടൂർണമെൻറ്റ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ടൂർണമെൻറ്റ് നമ്മുടെ ഷിബോട്ടിൻ്റെ അൺലിമിറ്റഡും ഗ്രൂപ്പ് ബിയും ആയിരുന്നു. 2ഉം വേറെ വേറെ ഡേറ്റിലായിരുന്നു. അപ്പോൾ ഷിബോട്ടിൻ്റെ പന്തയം 27-ാം തീയതിയും ഡിസ്ട്രിക്ട് ബി വന്നിട്ട് 3-ാം തീയതി ആയിരുന്നു. അങ്ങനെ ഷിബോട്ടിൻ്റെ പന്തയം ചാൻസ് വാങ്ങിച്ചിട്ട് 3-ാം തീയതി 2ഉം കൂടെ വിട്ടാണ്. ഈ 2 പ്രാവും വിട്ടു.
അന്ന് 18 മണിക്കൂറും 21 മിനിറ്റും 2 ഇതേ പ്രാവ്. രണ്ടായിരത്തി 22 പറന്ന പ്രാവാണ് 14 ചില്ലറ. അത്യാവശ്യം നല്ല ടൈം പറന്നുണ്ട് പ്രാവ്. എന്നാൽ നമുക്ക് ടൂർണമെൻറ്റ് ദിവസം കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം രാത്രി 2 തവണ രാത്രി 11:30 ചാൻസ് വാങ്ങേണ്ടി വന്നു മഴയായിട്ട്. അന്ന് ഷിബോണ്ടയും ഗോപി മെമ്മോറിയലും 14 ചില്ലറ ടൈം വെച്ചാണ് പ്രാവ്. അത് കഴിഞ്ഞ് 2023 16:50 ഒരു നാഷണൽ ടൂർണമെൻറ്റിലും പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ബിയിലും ഒരു ടൈമുണ്ട്. പിന്നെ ഷിബോണിൻ്റെ അൺലിമിറ്റഡിൽ 16 സംതിങ് ടൈമുണ്ട്. 2023 ഇതിൻ്റെ കൂടെ പറന്ന പ്രാവാണ് ഇത്. 2023 ഗോപി മെമ്മോറിയലും ഷിബോണിൻ്റെ അൺലിമിറ്റഡ് ടൂർണമെൻറ്റിലും 17:36 പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്കായിരുന്നു പറഞ്ഞത്. അന്ന് കൂടെ പറന്ന പ്രാവ് ഇതായിരുന്നു. നമ്മൾ അന്ന് സ്റ്റാർട്ടിങ് പ്രാവ് പറപ്പിച്ചിട്ട് കൊണ്ടുവരുന്നുള്ളൂ. അന്ന് ഈ പ്രാവ് 8:45 എന്തായിരുന്നു. ബാക്കി അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് പറന്നാണിത്. അതിനുശേഷം നമ്മുടെ ഒരു മണിയേട്ടൻ്റെ ഒരു നാഷണൽ ടൂർണമെൻ്റ് ആയിരുന്നു അനന്തപുരി. അതും ഗ്രൂപ്പ് ബിയും കൂടെ 2 പ്രാവ് 16:50 പറഞ്ഞു. ഈ 2 പ്രാവും തന്നെയാണ്. 2021 നമ്മുടെ പറന്ന പ്രാവാണ് 10x10 ടൂർണമെൻറ്റ് റോയലിൻ്റെ. അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു 9:58 11 മണിക്കൂറും 58 മിനിറ്റും. അന്ന് ഫസ്റ്റ് പ്രൈസ് ഈ പ്രാവ്. പിന്നെ അറക്കവിട്ടിട്ട് ഇറക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷിബോണിൻ്റെ 8 ടൂർണമെൻറ്റ് 8:21 അതേ വർഷം. ആദ്യം അതാണ് വിട്ടത്. അപ്പോൾ നമുക്ക് പ്രാവിൻ്റെ ട്രിക്ക് അറിയില്ലായിരുന്നു, പ്രാവ് എത്ര മിനിറ്റ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ട്രെയിനിങ്ങിൽ മനസ്സിലായി പ്രാവ് വിട്ടിട്ട് 5 മിനിറ്റിൽ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 10x10 ടൂർണമെൻറ്റ് വിട്ടിട്ട് 9:50 നമ്മൾ വിട്ടിട്ട് 9:58 പ്രാവ് ഇറങ്ങി. ഈ പ്രാവ് പറന്ന ദിവസമൊക്കെ ഫുള്ള് മഴയായിരുന്നു. എന്ത് മഴയാണെങ്കിലും പ്രാവ് നല്ല ഫോമാണ്. ഇരുപത്തിരണ്ടില് 17 ചില്ലറ ടൈം വെച്ചത് അനീത്തി. 2022 ഈ പ്രാവാണ് നമ്മൾ കൂട് വെച്ചപ്പോൾ ടൈം പ്രാവ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായി വാങ്ങിച്ചത്. നമ്മുടെ അക്കിമണ്ടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഫീമെയിൽ. ഇതിൻ്റെ ലൈനേജാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ളത്. ഈ പ്രാവിന് നല്ല അത്യാവശ്യം വയസ്സായി. ഈ കാഴ്ചയൊന്നുമില്ല. കാഴ്ച പോയിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5 കൊല്ലത്തിന് മുകളിലായി. 2 കാഴ്ചയില്ല. ഇതിൻ്റെ മെയിൽ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ കൊല്ലം നഷ്ടപ്പെട്ടു, മരിച്ചു. അതിന് ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാവിൻ്റെ റിങ് അടിക്കുന്നത് ആ പ്രാവിൻ്റെ ഫോട്ടോ ആണ്. ഇതിൽ പാണ്ടനാണ് പ്രാവ്. അതെ, ഇതിൻ്റെ ലൈനേജാണ് നമ്മുടെ ഇപ്പോൾ ഫുള്ളുള്ളത്. 2013 വാങ്ങിച്ച ഫീമെയിലിൻ്റെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് 2 പെൺമക്കളാണിത്. രണ്ടും ഫീമെയിലാണ്. 2 ഒരു ജോഡി കുഞ്ഞാണ്. 2014 നമ്മൾ കുഞ്ഞിവിടെ വന്നെടുത്താണ്. അവിടെ നിന്നല്ല, ഇവിടെ വീട് കെട്ടിയിട്ട് നമ്മൾ ഇവിടെ ഷെഡ് ഇടുന്നതിന് മുമ്പ് ഇവിടെ കൂട് വെച്ചപ്പോൾ എടുത്താണ്. അങ്ങനെ ഇത് 2 നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ട് ടൂർണമെൻറ്റ് പറഞ്ഞില്ല, ഒരു 10-16 മണിക്കൂർ. ഇത് നമ്മൾ ഇവിടെ ഏരിയ ടൂർണമെൻറ്റ് വിട്ടിട്ട് 8:01 പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഫുള്ള് പാരമ്പര്യമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പറക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് 19 ചില്ലറയും 18 ചില്ലറയും പറഞ്ഞത് ഇതിൻ്റെ മകളാണ്, 3 പേരും. അതിന് മുമ്പത്തെ കൊല്ലം 17 ചില്ലറ പറഞ്ഞത് ഇതിൻ്റെ മകളാണ്. അതിന് മുമ്പത്തെ കൊല്ലം നമ്മൾ 8 ടൂർണമെൻറ്റും 10x10 ടൂർണമെൻറ്റ് പറഞ്ഞ
ആ ഒരു ബൂതിയിലൊരാണ് കാണിച്ചില്ലേ, അതും ഇതിൻ്റെ മകനാണ്. നമ്മുടെ ഇതിൻ്റെ ആണ് മരിച്ചുപോയി. ഇപ്പോൾ ഇത് മൂന്നാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ലൈനേജ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ അമ്മയാണിത്. ഇനി ഇതിൻ്റെ മക്കൾ വേറെ ഉണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങൾ വേറെ പറക്കുന്നുണ്ട്. രണ്ട് ഫീമെയിൽ. അത് നമ്മൾ പുറത്തുനിന്ന് എടുത്താണ്. ഇതിനു വേണ്ടി നമ്മൾ പുറത്തു പോയി എടുത്താണ്. കന്യാകുമാരി മുരുകൻ എന്ന് പറയും. ഞാനും ഫ്രണ്ട് നവാസും പോയി എടുത്താണ്. അതിൽ ഇതിനിട്ട് നമ്മളൊരു മെയിൽ എടുത്തു. ആ പ്രാവ് നമ്മളെ ഇന്ന് മരിച്ചുപോയി. ഇതിനിട്ട മെയിലുണ്ട്. ഇത് രണ്ടെണ്ണത്തിനും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണത്തിനും നല്ല പറന്നുണ്ട് പ്രാവ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒരു 19 ചില്ലറ 18 ചില്ലറ പറഞ്ഞത് ഈ ഒരു പെയറിനാണ്. 19 ചില്ലറ പറഞ്ഞത് ഫസ്റ്റ്. അതേ ഫീമെയിലിന് തന്നെയാണ് വേറെ മെയിലിട്ടിട്ട് 15 ചില്ലറ നമ്മുടെ എയർ ടൂർണമെൻറ്റ് പറഞ്ഞതും ഈ ജോഡിക്ക് തന്നെയാണ്. ഈ പ്രാവ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് മെയില്. ഇത് നമ്മുടെ അതായത് എങ്ങനെ പറയാ, ഈ ഫീമെയിലിൻ്റെയും വേറൊരു മെയിലിനും ഇട്ട് എടുത്താണ് ഈ പ്രാവ്. നമ്മുടെ കയ്യിൽ 2022-ലും 2021-ലും 8 ടൂർണമെൻറ്റിലും 10-10-ലും പ്രൈസ് വാങ്ങിച്ചത് ഇതിൻ്റെ മകനായിരുന്നു. ഞാൻ കാണിച്ചു തന്നു അതിലൊരു ബൂതി. അത് കഴിഞ്ഞ് 2023-ല് 17 ചില്ലറ പറഞ്ഞത് ഇതിൻ്റെ മകളായിരുന്നു. ഇതിൻ്റെ പെയറിൽ ആണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. 18 ചില്ലറ പറഞ്ഞ പെയർ ഇതാണ്. അതിൻ്റെ മക്കൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു ഫീമെയിലുണ്ട്. പിന്നെ ഇത് ആ പെയറിൻ്റെ മകളാണ്. 2020 എന്തോ എടുത്താണ്. പിന്നെ രണ്ടെണ്ണം, ഒന്ന് നമ്മുടെ തത്തമായ നവാസ് പറഞ്ഞില്ലേ അവൻ്റെ അവിടെ ഉണ്ട്. ഒന്ന് ഷിയാബ് പൊതുനേരം അവിടെ ഒന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞാണ്. നമ്മുടെ കയ്യിൽ അധികവും ഒരു മെയിലോ ഒരു ഫീമെയിലോ നമ്മുടെ ലൈനേജ് തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒന്ന് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചായിരിക്കും അധികം. ചില്ലറ 18 ചില്ലറ പറഞ്ഞ ഫസ്റ്റ് 19 ചില്ലറ പറഞ്ഞത് ഈ പെയറിനാണ്. 18 ചില്ലറ പറഞ്ഞതിൻ്റെ ഫീമെയിൽ സെയിം ആണ്, 2 മെയിലെന്നേ ഉള്ളൂ, വേറെ വേറെ മെയിലുകളാണ്. 19 ചില്ലറ പറഞ്ഞത് ഈ പെയറിനും 18 ചില്ലറയും എയർ ടൂർണമെൻറ്റ് പറഞ്ഞത് ഈ മെയിലും ആ ഫീമെയിലും. ഫീമെയിലായത് ഫീമെയിലും ആണ്. ഒരു 18 ചില്ലറ 2-3 ടൈമും എയർ ടൂർണമെൻറ്റും പറഞ്ഞത്. 19 ചില്ലറ 18 ചില്ലറ ഒക്കെ പറഞ്ഞത് ഈ ഒരു പെയറിനാണ്. ഇതിൽ നമ്മൾ
മറ്റേ ഗോപി മെമ്മോറിയലും ഓൾ കേരളയും നമ്മുടെ സേവ് പീജിയനും മൂന്നും കൂടെ ഇതിൻ്റെ രണ്ട് ഫീമെയിൽ തന്നെ നമ്മൾ വിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഞാൻ 19 ചില്ലറ പറഞ്ഞ് കാണിച്ചത്. പിന്നെ ഒരു പ്രാവ് നമ്മുടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഉണ്ടാവും ഏകദേശം സെയിം. പിന്നെ 2020 ആണ് നമുക്ക് ആദ്യമായിട്ട് പറക്കുന്നത്. അത് ഈ പെയറിന് തന്നെയാണ് 10-10. അത് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു 9.53. ആ പ്രാവ് അതിന് ശേഷം അടുത്ത ഓട്ടിൽ പ്രാവ് രാവിലെ ഇവിടെ കൊണ്ടുപോയി. കഴിഞ്ഞ തവണ ശിവൻ വഞ്ചിക്കാൽ 16 മണിക്കൂർ പറന്ന ഒരു വാൽക്കറുപ്പിൽ മെയിലിൻ്റെ പെയർ ഇതാണ്. പ്രാവ് നമ്മളിവിടെ കുഞ്ഞെടുത്താണ്. ആ ഫീമെയിൽ നമ്മുടെ വെള്ളയിൽ കരിങ്കണ്ണെന്ന് പറഞ്ഞില്ലേ, അതും ആ ഒരു ചവലപ്പുള്ളിയിലൊരു ആണ് കാണിച്ചു തന്നില്ല, അതിൻ്റെ കുഞ്ഞാണ് അത്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ പറന്ന പ്രാവ് 16.50, 14 ചില്ലറ, 15 ചില്ലറ പറന്ന പ്രാവാണ് ഇത്. വലിയ പ്രാവാക്കിയിട്ട് ഇത് കഴിഞ്ഞ അതിന് മുമ്പത്തെ വർഷം പറപ്പിച്ചു, കഴിഞ്ഞ കൊല്ലം പറപ്പിച്ചില്ല. ഇപ്പോൾ ഈ കൊല്ലം കുഞ്ഞ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടൈം വയ്ക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ എയർ ടൂർണമെൻറ്റ് വിടാൻ വേണ്ടി വെച്ചതായിരുന്നു. അന്നത്തെ സാഹചര്യം പറഞ്ഞില്ല, അതുകൊണ്ട് വിടാൻ പറ്റിയില്ല. ജാക്ക് അതിന്റെ ഫാദറും മദറും ഇതാണ്. ഇതിൻ്റെ വന്നിട്ട് മദർ വന്നിട്ട് അതിലാണ് കിടക്കുന്നത്, ഒരു ജാക്ക് വാലില്. ഫാദർ അവിടെ തത്തമംഗലത്താണ്. ഇത് നമ്മുടെ ആ മെയിൻ ലൈനേജിലെ പ്രാവാണ്. നമ്മൾ ജോഡി അത്ര ക്ലിക്കായിട്ടില്ല, പെട്ടിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ. പറവുണ്ട്, എല്ലാ ജോഡിക്കും 10-14 മണിക്കൂർ പറക്കുന്നുണ്ട്, വലിയ ടൈം വയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ആ മെയിൻ ലൈനേജിലെ മെയിലാണിത്. അത് വേറൊരു ഫീമെയിൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ല ടൈമൊക്കെ വെച്ചാണ്, നമുക്ക് ക്ലിയർ ആയിട്ടില്ല, മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ മുട്ട മാട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് പറപ്പിച്ച പ്രാവാണ്, 10-17 മണിക്കൂർ. എന്നാൽ നമ്മൾ ടൂർണമെൻറ്റ് വിട്ടില്ല, ആ പ്രാവുകൾ വിടുന്നതുകൊണ്ട് ഇത് നമ്മൾ ഓട്ടി വെച്ചാണ്. ലാസ്റ്റ് വിടാമെന്ന് പറഞ്ഞപ്പോൾ പ്രാവ് കൊഴിച്ചലായി. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് നമ്മുടെ ഷിയാബ് അവിടെ ഉണ്ട്, മെയിലാണ് അവിടെ ഉള്ളത്. ഫീമെയിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ പിന്നെ അത് അത്യാവശ്യം നല്ല പറവയുണ്ട് പ്രാവ്, അപ്പോൾ നമ്മൾ കളയേണ്ടതെന്നുകൊണ്ട് അധികവും നമ്മൾ ഒരു കൊല്ലം പറപ്പിച്ച പ്രാവ് അടുത്ത കൊല്ലം പറപ്പിക്കാറില്ല. കഴിഞ്ഞ കൊല്ലം മാത്രമാണ് നമ്മളൊരു പ്രാവ് പറപ്പിച്ചത്, ഒരു വാൽക്കറുപ്പിൽ. നമ്മളെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു കൊല്ലം പറന്ന പ്രാവ് അടുത്ത കൊല്ലം പറപ്പിക്കുമ്പോൾ നല്ല പറവ് കിട്ടും. അപ്പോൾ ഇക്കൊല്ലം പറപ്പിക്കണം എന്നാണ് കഴിഞ്ഞ കൊല്ലം പറത്ത പ്രാവ്. ലാസ്റ്റ് സാഹചര്യങ്ങൾ പ്രാവുണ്ട്. അല്ല, ഇത് ഒരു പുതിയ പെയറാണ്. ഇത് നമ്മൾ പറപ്പിച്ച പ്രാവാണ് അത്യാവശ്യം. ടൂർണമെൻറ്റ് വിട്ടിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ചിറക് കൊടുത്തായിരുന്നു. തരിപ്പിൽ പ്രാവ് ഞാൻ ലാസ്റ്റാണ് വലിച്ചു വിട്ട്, ലഗഡിൻ്റെയൊക്കെ പ്രശ്നം കാരണം. എന്നാൽ പ്രാവ് പറവയ്ക്കായി വന്നില്ല അവസാനം. പിന്നെ നമ്മളങ്ങനെ പെയറാക്കിയത്. പിന്നെ നമ്മളത് എടുത്താണ് മെയിൻ വെച്ചാണ് പെയർ അവിടെ ഉണ്ട്. ഇത് നമ്മൾ ഒരു ബൂതിയിലൊരാണ് പറഞ്ഞില്ലേ, 10-10 അതിൻ്റെ കുഞ്ഞാണ്. ഇത് 16.50, 15 ചില്ലറ പറഞ്ഞ അതിൻ്റെ കുഞ്ഞാണ്. ഇത് ഇവിടുത്തെ ജോഡീൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇത് നമ്മളെ ആ മെയിൻ ജോഡീൻ്റെ കുഞ്ഞാണ്. കഴിഞ്ഞാണ് 15 ചില്ലറ പറഞ്ഞ അതിൻ്റെ താഴത്തെ കുഞ്ഞാണ്. ഇത് വന്നിട്ട് ആ ജാക്കിൽ ഒരു ആണ് കാണിച്ചില്ല, അതിൻ്റെ കുഞ്ഞാണ്. ഇതൊക്കെ ചുറ്റിച്ച് വെച്ചാണ്. ഇപ്പോൾ അതെ, നാളെ എല്ലാം വെട്ടും. ഇതിൽ ഈ പ്രാവ് വന്നിട്ട് നമ്മുടെ ഒരു ജാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഏറെ ടൂർണമെൻറ്റ് വിടാൻ, അതിൻ്റെ കുഞ്ഞാണ് ഈ ഒരു പ്രാവും ഈ ഒരു പ്രാവും. അത് പറന്ന പ്രാവാണ്. കഴിഞ്ഞ കൊല്ലം 16 മണിക്കൂർ പറഞ്ഞു. അത് പ്രാവ് അത്യാവശ്യം നല്ല പറക്കേണ്ടതായിരുന്നു. അതിന് മുമ്പത്തെ ഓട്ടിൽ പ്രാവ് മിസ്സായി. പ്രാവ് ടയേർഡിലായിരുന്നു. ഇതിലൊരാണ്, അതിൻ്റെ കുഞ്ഞാണ്. കഴിഞ്ഞാലും കുഞ്ഞായിരുന്നു, പറപ്പിച്ച് വെച്ചാണ് അത്യാവശ്യം. ഇത് പറപ്പിച്ച് വെച്ച പ്രാവാണ്. ഇത് പിന്നെ പറന്ന പ്രാവളാണ്. അതെ, ഇതിൻ്റെ താഴത്തെ കുഞ്ഞാണ് ഇതിലൊന്നുണ്ട്. അതേപോലെ
ഇതിൻ്റെ അനിയത്തി, ഈ രണ്ടെണ്ണത്തിൻ്റെ അനിയത്തിയാണ് ഈ ഫീമെയിൽ. അനിയനാണ് ഇതിലൊരു കരിങ്കണ്ണ് കാണിച്ചു തന്നത്. മാക്സിമം കരിങ്കണ്ണ് ഇല്ലെങ്കിൽ പിന്നെ ഇത് ആ ജാക്കിൻ്റെ കുഞ്ഞായിരുന്നു, കഴിഞ്ഞ കൊല്ലം പറന്നു എന്ന് പറഞ്ഞില്ലേ, ആ ജാക്കിൻ്റെ കുഞ്ഞാണത്. ഇപ്പോൾ അസ്രു കഴിഞ്ഞ കാലം പ്രാവൊക്കെ പറന്നുണ്ട്. അവൻ്റെ ചെറിയൊരു പൊട്ടത്തരമാണ്. പ്രാവ് അന്ന് നല്ല ഫോമിലായിരുന്നു. പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത ചാൻസ് വാങ്ങിച്ചാണ് 7 മണിക്ക്. ഇല്ലെങ്കിൽ ആ ഒരു 12 മണിക്കൂറെങ്കിലും ഒരു ടൈം കിട്ടിയേനെ. അങ്ങനെ ചെറിയ ചെറിയ പിന്നെ ഒരു 10-10 ഒരു 9-10 ടൈം, എത്രയാണ് 9-20 ഒരു ടൈം റോയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിഹാബ് 10-10 റോയൽ ഡേയിൽ 2-3 കൊല്ലം മുമ്പ് ടൈം വെച്ചിട്ടുണ്ട്. പിന്നെ പ്രാവ് പറക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ടൂർണമെൻറ്റിൽ അൺലിമിറ്റഡിലായിട്ട് പറവ് വന്നിട്ടില്ല. ടൈമൊക്കെ ഓട്ടുമ്പോൾ വിടുന്നവരാണ് എല്ലാവരും. എല്ലാവരും ഡിസ്ട്രിക്ട്, ഗോപി മെമ്മോറിയൽ, ഷിബോണ്ട എല്ലാ ടൂർണമെൻറ്റും വിടുന്നതാണ്. കൊല്ലം എല്ലാവരും നല്ല ടൈം വെക്കണം. ഇവർക്കും കൂടി നല്ലൊരു ടൈമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമ്മുടെ ചാനലിൻ്റെ വക ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സാബിർക്കാക്കും നല്ലൊരു ഇൻ്റർവ്യൂ ആണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്താം.